പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം തിർമിദിയും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായ ഒരു വാചകം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അസാബത്തും മുസീബത്തുൻ ഫലദ്കുർ മുസീബത്തുഹു ബി ഫഇന്നഹാ അഅ്ളമൽ മസായിബ്. നിങ്ങളാരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മുസീബത്തുകൾ വന്നു ഭവിച്ചാൽ, അനുഭവിക്കേണ്ടി വന്നാൽ, ഫൽയദ്കുർ മുസീബത്തുഹു ബി, ആ സമയത്ത് ഞാൻ അനുഭവിച്ച മുസീബത്തുകൾ നിങ്ങൾ ഓർക്കണം. ഫഇന്നഹാ അഅ്ളമൽ മസായിബ്, ഞാനാണ് ഏറ്റവും കൂടുതൽ മുസീബത്തുകൾ അനുഭവിച്ച വ്യക്തി. അതാണ് ഹദീസിന്റെ ആശയം. അപ്പൊ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാം. നമ്മൾ മുൻകൂട്ടി തന്നെ അത് അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. പലതും നമുക്ക് സംഭവിക്കാം. ആ സംഭവിക്കുന്ന കാര്യങ്ങൾ നഷ്ടങ്ങളാകാം, അല്ലെങ്കിൽ ദുരിതങ്ങളാകാം, അല്ലെങ്കിൽ പലതരത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ സംഭവിക്കുമ്പോഴും നമുക്ക് ഒരു ആശ്വാസം പകരുന്ന ഒരു ഭാഗം നബി പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നാൽ, മുസീബത്തുകളാകട്ടെ, എന്ത് അനുഭവിക്കേണ്ടി വരുമ്പോഴും നിങ്ങൾ ആദ്യം എന്നെ ഓർത്താൽ മതി. എന്നെ ഓർത്താൽ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത് ഓർത്താല് നിങ്ങൾക്കത് ആശ്വാസം പകരുന്ന. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ദൗർബല്യം എന്താ പറയുക, നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു മുസീബത്ത് അനുഭവിക്കുന്നത്, നമ്മുടെ ധാരണ ലോകത്തെ ഏറ്റവും വലിയ മുസീബത്ത് അനുഭവിക്കുന്നത് ഞാനാണെന്നാണ്. അതാണ് നമുക്കതൊരു ആശ്വാസം തരാത്തത്. ഏറ്റവും വലുത് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയല്ല, നമുക്ക് അനുഭവിക്കുമ്പോൾ നബിക്ക് അല്ലെങ്കിൽ നബി അനുഭവിച്ചത് ഒന്ന് നോക്കിയാല് നമ്മൾക്ക് എത്രയോ നിസാരമായിരിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് നമുക്കത് ആശ്വാസം പറയും. ലോകത്തെ ഏറ്റവും നല്ല വ്യക്തിത്വമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ എത്രയോ നിസ്സാരമാണെന്ന്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ 2-3 ആഴ്ച വളരെ വേദനയോട് കൂടി കണ്ടതും കേട്ടതും ചർച്ച ചെയ്തതും ഉൾക്കൊണ്ടതുമായ ആ കാര്യങ്ങളാണ് ആ കുട്ടികളുടെ വിദേശത്തുണ്ടായ മരണമൊക്കെയും. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 7 മക്കൾ ജനിച്ചിട്ട് 6 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുകയാണ് മരിച്ചുപോയത്. മാത്രവുമല്ല, അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ജനിച്ച 7 മക്കളിൽ 6 ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കാം. അതിന് പുറമെ കെട്ടിച്ചയച്ച 2 പെൺകുട്ടികളെ പ്രവാചകനായിരുന്നതിൽ വാശിക്ക് തിരിച്ചു കൊണ്ടുവന്ന് മരുമക്കൾ ആക്കുക, തൊലാക്ക് എല്ലിയിട്ട് പോവുക, ഭാര്യ മരിക്കുക, അങ്ങനെ എല്ലാ ദുരിത കയത്തിലും വ്യക്തിപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതാണ്. അപ്പൊ അത് നമുക്കൊരു ആശ്വാസമാണ്. ഏത് അനുഭവിക്കുള്ളൂ, എന്റെ പ്രവാചകൻ അനുഭവിച്ചതിൽ ഇത് എത്രയോ വലുതാണ് എന്ന് നമ്മുടെ മനസ്സുകളെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ നമുക്കൊരു ആശ്വാസം പകരുന്ന അത്. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.